നമസ്കാരം. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും കർശനമായ മതനിയമങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ മുൻ ഇറാൻ നയതന്ത്രജ്ഞന്റെ മകൻ വിദേശത്ത് നടന്ന ആഡംബര ജീവിതം ഇറാനിൽ വലിയ ചർച്ചയാകുന്നു. വെനസ്വേലയിലെ മുൻ ഇറാനിയൻ അംബാസിഡർ അഹമ്മദ് സോബാനിയുടെ മകൻ സാഷ സോബാനിയാണ് രൂക്ഷ വിമർശനം നേരിടുന്നത്. തന്റെ 20 വയസ്സുകാരിയായ കാമുകി ലോറ നീമാസിനൊപ്പമുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് വിവാദത്തിന് തുടക്കം. ഇറാനിൽ നിഷ്കർഷിച്ചിരിക്കുന്ന വസ്ത്രധാരണ നിയമങ്ങൾ ലംഘിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചാണ് കാമുകി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. ബുധനാഴ്ച തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ 38-കാരനായ സാഷ സോബാനി സ്പാനിഷ് മോഡലായ ലോറയെ ചുംബിക്കുന്നത് കാണാം. ഏകദേശം 26 ലക്ഷം രൂപ വിലമതിക്കുന്ന ഹെർമിസ് ബിർക്കിൻ ബാഗാണ് ലോറ കൈവശം വെച്ചിരിക്കുന്നത്. ഇബീസയിലേക്ക് പോകുന്ന സ്വകാര്യ വിമാനത്തിനുള്ളിലാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. വിമാനത്തിനുള്ളിൽ ആഡംബര സോഫയിൽ വിശ്രമിക്കുന്ന സാഷ സോബാനി ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നതായും വീഡിയോയിലുണ്ട്. ഇബിസ ഓപ്പണിംഗ് 2026. ഞങ്ങളോടൊപ്പം ഇബിസ സാഹസിക യാത്രയിൽ ചേരാൻ താല്പര്യമുള്ള വിജയികളെ കമന്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാം എന്ന അടിക്കുറിപ്പോടെയാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചത്. ഇറാനിൽ അറസ്റ്റ്, അക്രമം, കർശനമായ സർക്കാർ നിയന്ത്രണങ്ങൾ എന്നിവയെല്ലാം സാധാരണ ജനങ്ങൾ നേരിടുമ്പോൾ സോബാനിയെ പോലെയുള്ളവർക്ക് ആഡംബര ജീവിതം നയിക്കാൻ സാധിക്കുന്നത് കടുത്ത വിമർശനത്തിനിടയാക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ വിമാനത്തിനുള്ളിൽ ഒരു പരമ്പരാഗത പരവതാനിയിൽ ഇരുന്നുകൊണ്ട് സോബാനിയും സുഹൃത്തും പേർഷ്യൻ ഭക്ഷണം ആസ്വദിക്കുന്നതും കാണാം. രാഷ്ട്രീയ അധികാരം, അഴിമതി, ഉപരോധം മറികടക്കൽ എന്നിവയിലൂടെ നേട്ടമുണ്ടാക്കുന്ന ഉന്നത ഭരണകൂടത്തിലെ വ്യക്തികളുടെ മക്കളെ ഇറാനിൽ ആഗാസാദെ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ് സാഷ സോബാനിയും. ശത്രുക്കളുടെ ഭീഷണി നിലനിൽക്കുന്നിടത്തോളം കാലം നിയന്ത്രണം ജനങ്ങൾക്ക് മേൽ തുടരുമെന്ന് ഇറാനിയൻ അധികാരികൾ പ്രഖ്യാപിക്കുമ്പോഴും ഈ പ്രിവിലേജ് വർഗത്തിലെ പുതുതലമുറ രാജ്യത്തിനകത്തും പുറത്തും ആഡംബര ജീവിതം തുടരുകയാണ്. ഏകദേശം 40 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് സാഷയ്ക്ക്. സൂപ്പർ യാട്ടുകൾ, സ്വകാര്യ വിമാനങ്ങൾ, ആഡംബര കാറുകൾ, അല്പവസ്ത്രധാരികളായ സ്ത്രീകൾക്കൊപ്പം മദ്യപിച്ചുകൊണ്ടുള്ള പാർട്ടികൾ എന്നിവയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രദർശിപ്പിക്കുന്ന ഇയാളുടെ ജീവിതശൈലി ഇറാനിയൻ ജനതയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും സാഷ സോബാനി തന്റെ ആഡംബര ജീവിതത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പങ്കുവച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോറ നീമാസിനൊപ്പമുള്ള സ്വകാര്യ വിമാനയാത്രകൾ, റിസോർട്ടുകളിലേക്കും ആഡംബര യാട്ടുകളിലേക്കുമുള്ള സന്ദർശനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. 2023 ഡിസംബറിൽ പ്രണയത്തിലായ ഇവർ 2024 മെയ് മാസത്തിലാണ് തങ്ങളുടെ ബന്ധം ഇൻസ്റ്റഗ്രാമിലൂടെ പരസ്യമാക്കിയത്. ലോറയുമായിട്ടുള്ള ബന്ധത്തിന് മുൻപും അല്പവസ്ത്രധാരികളായ നിരവധി സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സാഷ പതിവായി പങ്കുവെക്കാറുണ്ടായിരുന്നു. 2023 ദുബായിൽ ഒരു ബോട്ടിൽ വെച്ച് ബിക്കിനി ധരിച്ച 7 സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഇയാളുടെ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇറാനിൽ സ്ത്രീകൾ മാന്യമായ വസ്ത്രധാരണം പാലിക്കണമെന്നാണ് നിയമം. മുടിയും കഴുത്തും മറയ്ക്കുന്ന തരത്തിലുള്ള ശിരോവസ്ത്രമോ കൈകാലുകൾ പൂർണ്ണമായും മറയ്ക്കുന്ന അയഞ്ഞ നീളൻ വസ്ത്രങ്ങളോ ധരിക്കാൻ സ്ത്രീകൾ ബാധ്യസ്ഥരാണ്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, സാഷയുടെ കൂടെയുള്ള ചില പോസ്റ്റുകളുടെ കമന്റ് ബോക്സ് ലോറ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അടുത്തിടെ പങ്കുവച്ച ഒരു വീഡിയോയിൽ സ്വകാര്യ വിമാനത്തിനുള്ളിൽ ഷർട്ട് ധരിക്കാതിരിക്കുന്ന സാഷയുടെ സീറ്റിലെ കൈപ്പിടിയിൽ ഇരുന്നു കൊണ്ട് ലോറ KFC കഴിക്കുന്നതും കാണാം. ഫ്രൈഡ് ചിക്കനും ബർഗറും കഴിച്ച ശേഷം ഇരുവരും ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ തോതിൽ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും തന്റെ ആഡംബര ജീവിതത്തിന്റെ പേരിൽ കടുത്ത വിമർശനങ്ങളും സാഷ നേരിടുന്നുണ്ട്. ലോറ നീമാസും വിമർശനങ്ങളിൽ നിന്ന് മുക്തിയല്ല. വിമർശനങ്ങൾക്കൊന്നും വഴങ്ങാതെ ഈ വർഷത്തെ വാലന്റൈൻസ് ദിനത്തിൽ ലോറയ്ക്കൊരു പോർഷെ കാർ സമ്മാനമായി നൽകുന്ന ദൃശ്യങ്ങളും സാഷ സോബാനി പങ്കുവച്ചിരുന്നു. 2019 ഇറാൻ വിട്ടതിനു ശേഷം ഇപ്പോൾ സ്പെയിനിലാണ് സാഷ സോബാനി താമസിക്കുന്നത്. മുഹമ്മദ് റസ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. തന്റെ ജീവിതശൈലിയുടെയും ഭരണകൂട വിമർശനത്തിന്റെയും പേരിൽ ഇറാനിയൻ അധികാരികൾ തന്നെ ലക്ഷ്യം വെക്കുകയാണെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കൽ, അനധികൃത ചൂതാട്ട കേന്ദ്രങ്ങൾ നടത്തുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഇറാൻ ഇയാളെ തിരയുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ ആരോപണങ്ങൾ ഇയാൾ നിഷേധിക്കുകയാണ്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, പിതാവ് അഹമ്മദ് സോബാനി തന്നെ മകനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം ഫാർസ് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മുഹമ്മദ് റസ എൻ്റെ മകനാണ്, എന്നാൽ ജീവിതശൈലിയുടെയും വിശ്വാസങ്ങളുടെയും കാര്യത്തിൽ അവൻ എന്നിൽ നിന്ന് വ്യത്യസ്തനാണ്. അവനെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള എൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടുവെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. യുദ്ധവും ഇറാൻ ഭരണകൂടം ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഇന്റർനെറ്റ് നിയന്ത്രണവും കാരണം ഇറാനിൽ ഏകദേശം 40 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്തിട്ടുണ്ടാകാമെന്ന് ഇറാനിയൻ മാധ്യമമായ അസർ-ഇ-ഇറാൻ അടുത്തിടെ വിലയിരുത്തിയിരുന്നു. എന്നിരുന്നാലും ഈ ദുരിതങ്ങളൊന്നും രാജ്യത്തെ ഉന്നത അധികാരവർഗത്തെ ബാധിച്ചിട്ടില്ലെന്നും സാഷയെ പോലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കൾക്ക് അവരുടെ ആഡംബര ജീവിതം തുടരാൻ സാധിക്കുന്നുണ്ടെന്നുമാണ് വിമർശകർ പറയുന്നത്.